അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങൾ ചിലർക്ക് കൂട്ടിക്കൊടുക്കും, ചിലർക്ക് കുറച്ചു കൊടുക്കും. എല്ലാത്തിന്റെയും പിന്നിൽ അള്ളാഹു മാത്രമാണ്. അപ്പൊ അവന്റെ അനുഗ്രഹമാണ് എന്ന ബോധം ഉണ്ടാവണം. ഏറ്റവും വലിയ ഇബാദത്ത് ദിക്റാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നല്ല മനസ്സുകൊണ്ട് പറ, ഏറ്റവും വലിയ ഇബാദത്ത് ദിക്ർ, ശുക്ർ, ഇല്ലെങ്കിൽ കുഫർ. അള്ളാഹു കാക്കട്ടെ. ദിക്റാണ് ശുക്ർ. ദിക്റും ശുക്റും ഇല്ലെങ്കിൽ കുഫറാണ്. ദിക്റും ശുക്റും ഇല്ലെങ്കിൽ ഇല്ലാതാകാൻ കാരണം കിബറാണ്. കിബറും കുഫറും തമ്മിൽ ഒരക്ഷരത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. ദിക്ർ, ശുക്ർ അള്ളാഹുവിനെ, കിബർ, കുഫർ ശൈത്താൻ. അള്ളാഹു കാക്കട്ടെ. ദിക്ർ, ശുക്ർ എത്ര മതി അള്ളാഹ്ക്ക്. ഇതെല്ലാം അള്ളാഹുവിൻ്റെതാണ്, ഇതെല്ലാം റബ്ബിൻ്റെതാണ്, അനുഗ്രഹങ്ങൾ അവൻ്റെതാണ്. ലൗ കാനത്തി ദുനിയാ കുല്ലുഹാ ബിഅവ്വലിഹാ വആഖിരിഹാ ഫീ യദി റജുലിൻ മിൻ ഉമ്മത്തി ഫഖാല അൽഹംദുലില്ലാഹ്. ഈ ലോകം മുഴുവനും അള്ളാഹു ഒരു മനുഷ്യന്റെ കയ്യിൽ വെച്ച് കൊടുത്തു. ഫഖാല അൽഹംദുലില്ലാഹ്. അപ്പോൾ അയാൾ അത് കിട്ടിയപ്പോൾ വേറെ അയാൾ അത് ആസ്വദിക്കല്ലേ ചെയ്തത്. ഫഖാല അൽഹംദുലില്ലാഹ്. ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ ലകാന അൽഹംദുലില്ലാഹ് അഫ്ളല മിൻ ദാലിക്. ഇപ്പോൾ അവന് അള്ളാഹ് കൊടുത്തതിനേക്കാൾ വലുതാണ് അവൻ അള്ളാഹ് കൊടുത്തത് എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെയോ ഈ അനുഗ്രഹമൊക്കെ കിട്ടിയപ്പോഴും മതിമറന്നില്ല. മനുഷ്യൻ ദിക്റിലാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മിനിഞ്ഞാന്ന് 12 കിലോമീറ്റർ ഉയരത്തിൽ ഫ്ലൈറ്റ് പറക്കാണ്. ഞാനുണ്ട്, തൊട്ടടുത്ത് അലിക്കുട്ടി സാറുണ്ട്, ഞങ്ങളെ തൊട്ട് മുന്നിൽ ഒരാളുണ്ട്. അയാൾ ചോദിച്ചപ്പോൾ ഹെയർ വാഷസ് കൊണ്ടുവന്നിട്ട് ഒരു മഗ്ഗിൽ നിറച്ച് വിസ്കി കൊടുത്ത് അയാളെ കുടിച്ച് പിന്നെയും പറഞ്ഞു കുറച്ചൊന്നും വേണമെന്ന്. അപ്പോൾ പറഞ്ഞു ഇനി നിങ്ങൾ പേ ചെയ്യേണ്ടി വരും, ഇനി തരാൻ പറ്റില്ല, ഇനി പൈസ തരണം. അപ്പോൾ അയാൾ വാശി പിടിച്ച് അങ്ങനെ പറ്റില്ല, എനിക്ക് ഇനിയും കിട്ടണം. വാശിയോട് വാശി. പിന്നെ അയാൾ പറഞ്ഞു ന്യായം, ഈ ഫ്ലൈറ്റിലുള്ള ആരാവശ്യപ്പെട്ടാലും നിങ്ങൾ വിസ്കി കൊടുക്കേണ്ടതാണ്. എല്ലാവരും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ, അപ്പൊ കുറെ ഇവിടെ ഉണ്ടാവുമല്ലോ, കുറച്ചും തന്നാലെന്താ. അതായത് ഈ ഫ്ലൈറ്റിൽ വിസ്കി കുടിക്കാത്ത ബാക്കിയുള്ളവർക്ക് വേണ്ടി, ആ ദുഃഖിതന്മാർക്ക് വേണ്ടി ഞാൻ ഒരാൾ കുടിച്ചോട്ടെ. അതിനു വേണ്ടി ബഹളുണ്ടാക്കി കുടിക്കണം. എവിടെയാ? 12 കിലോമീറ്റർ, 12,000 മീറ്റർ ഉയരത്തിൽ ഫ്ലൈറ്റ് പറഞ്ഞ ബോയിങ്, ഏറ്റവും വലിയ വിമാനം. 300 ചില്ലാനം ആളുകള്, ഏകദേശം ഒരു 10-15 ടൺ ഉണ്ടാവും. 15 ടണ്ണ്. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, റബ്ബേ, ഒരു ചെറിയ ഇരുമ്പിന്റെ കഷ്ണം ഇങ്ങനെ വെച്ചാൽ അത് പോവും, തടിക്കും. ഇതാ 10-12 ടണ്ണ്. ഞാനും ആ അവസരം ഉപയോഗപ്പെടുത്തി ഞങ്ങൾ അള്ളാഹുവിന്റെ ദിക്റിലായി. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. യാത്രക്കാരന്റെ ദിക്റും യാത്രക്കാരന്റെ ദുആഇനും വലിയ വിലയുണ്ട്. അത് ഞങ്ങൾ അനുസ്മരിക്കുകയും ചെയ്തു. നിങ്ങളെ ചിന്തിക്കണം. അപ്പൊ ഇതെല്ലാം അള്ളാഹുവിൻ്റെതാണ് എന്ന ചിന്ത ആർക്കൊക്കെ നഷ്ടപ്പെട്ടോ ആ സന്ദർഭത്തിൽ ആ ജനതയെ അല്ലാഹു തആല തകർത്തു തരിപ്പണമാക്കി എന്നതാണ് ലോകത്ത് ഇന്ന് വരെയുള്ള ചരിത്ര സാക്ഷ്യം. അത് വീണ്ടും ഇവിടെ ആവർത്തിക്കും എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. അതിനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുന്നു. ലോകത്തെവിടെയും അതിനുള്ള സന്ദർഭങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം ചിന്തിക്കണം. സയ്യിദ്നാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ചിന്തിക്കും. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ പ്രളയമുണ്ടായി. 4 പ്രധാനപ്പെട്ട പട്ടണങ്ങളെ തകർത്ത് തരിപ്പണാക്കി. എന്തുകൊണ്ട്? അല്ലാഹു നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രളയത്തിന്റെ തൊട്ട് മുമ്പ് അവരോട് പറയുന്നുണ്ട്, റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നിഅമത്ത് തന്നെ നിഖ്മത്താക്കും. കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫാന്. അപ്പോൾ കാറ്റ് നിഅമത്താണ്. പക്ഷേ ആ കാറ്റിൽ മിദ്റാർ എന്ന അംശമാണ് അതിന്റെ നിഅമത്ത്. മിദ്റാർ എടുത്തു കളഞ്ഞാൽ അത് അദാബാണ്. മനസ്സിലായില്ല? നിങ്ങൾ ഉറങ്ങാണ്. റഹ്മത്താണ് അദാബ്. അതിന് അവസ്ഥ മാറ്റിയാൽ മതി. റഹ്മത്ത് തന്നെയാണ് അദാബ്. റഹ്മത്ത് അതിൻ്റെ അളവാണ്. കുട്ടിക്ക് ചോറ് കൊടുത്ത് കുട്ടിയുടെ അളവ് മനസ്സിലാക്കിയിട്ട് ഉമ്മ ചോറ് കൊടുത്ത് ചോറ് കുട്ടിക്ക് റഹ്മത്താണ്.
എന്ന കാലത്തുനിന്ന് ചോറും വാരിട്ട് അങ്ങോട്ട് കയറ്റിയെടുത്ത് അത് കുട്ടിൻ്റെ മൗത്താണ്, റഹ്മത്താണ്, അളവ് മാറിയ മതി. ഈ ആയത്തിലെ ഏറ്റവും പ്രസക്തമായ ഭാഗം മിദ്റാർ എന്ന ഭാഗം. ആവശ്യാനുസാരം വെള്ളം ഇറക്കി തരും, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണം എന്ന് പറഞ്ഞു. ഇത് സൂറത്ത് നൂഹിലുണ്ട്, ശ്രദ്ധിക്കണേ. ഇതേ വാക്ക് സൂറത്ത് അംഫാലിൽ 33-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. വമാ കാന അല്ലാഹു ലിയുഅസിബഹും വഅൻത ഫീഹി വമാ കാന അല്ലാഹു മുഅസിബഹും വഹും യസ്തഗ്ഫിറൂൻ. നബിയെ, രണ്ട് കാര്യമുള്ള ജനതയ്ക്ക് ശിക്ഷ വരില്ല. ശ്രദ്ധിക്കണേ. ഒന്ന്, ഒരു ജനതയിൽ പുണ്യനബി ഉണ്ടെങ്കിൽ ആ ജനതയ്ക്ക് ശിക്ഷ ഉണ്ടാവില്ല. പുണ്യനബി ഉണ്ടാവുക എന്നതിന് പകരമാണ് കസറത്തു സ്വലാത്തി അലാ റസൂലില്ലാ, അള്ളാഹു റസൂലിന്റെ മേൽ സ്വലാത്തിനെ പെരുപ്പിക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. രണ്ട് കാര്യം. സ്വലാത്ത് ബിൽഡ് ചെയ്യാണ്. എന്നാലോ രണ്ടാമത്തെ കാര്യം വമാക്കാൻ അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, അത് ക്ലീനിങ് ആണ്. മനസ്സിലായില്ല? ഒന്ന് ബിൽഡ് ചെയ്യുക, ഒന്ന് ക്ലീനിങ് ആണ്. ക്ലീനിങ് ആണ് എന്ത്? ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ ഉണ്ടായാലും നശിപ്പിക്കൂല, ക്ലീനിങ് നടക്കുന്നുണ്ടല്ലോ. ബിൽഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ കിട്ടൂല എന്നേ ഉള്ളൂ. മനസ്സിലായില്ല? സൂറത്തുൽ അംഫാൽ നൂഹ് നബിയോട് പറഞ്ഞതാണ്, നമ്മളോട് പറഞ്ഞത്. നിങ്ങൾ ഈ സംസ്കാരം നിലനിൽക്കണമെങ്കിൽ എല്ലാ നഗരങ്ങളും പട്ടണങ്ങളും സൗകര്യങ്ങളും നിലനിൽക്കണമെങ്കിൽ രണ്ടു കാര്യങ്ങൾ ചെയ്യണം. നബിയെ, അങ്ങൊരു ജനതയുണ്ടെങ്കിൽ ആ ജനതക്ക് ശിക്ഷ വരൂല. ഒന്ന്. രണ്ട്, അവര് ഇസ്തിഗ്ഫാർ ചെയ്യുകയാണെങ്കിലും അവർക്ക് ശിക്ഷ വരൂല്ല. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. നൂഹ് നബി പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്താൽ മതി, എന്നാൽ നിങ്ങൾക്ക് ശിക്ഷ വരൂല എന്ന്. സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം അവർ ഇസ്തിഗ്ഫാർ ചെയ്തില്ല. കാരണം അവർ സൗകര്യങ്ങളിൽ മതിമറന്നു പോയിരുന്നു. അവരിങ്ങനെ വിചാരിച്ചു ഇതൊന്നും നഷ്ടപ്പെട്ടു പോവില്ല. തോട്ടത്തിൽ കയറിയ ഒരു മനുഷ്യന്റെ കഥ പറയുന്നുണ്ട്. തോട്ടത്തിൽ കയറിയ ഒരു കഥ, തോട്ടത്തിന്റെ കഥ പറയുന്നുണ്ട്. അൽ കഹഫ്, ഒരു തോട്ടത്തിന്റെ കഥ പറയാൻ വേണ്ടി അൽ കഹഫ് 16 ആയത്താ കൊണ്ടുവന്നത്. നിസ്കാരത്തിന് വേണ്ടി അത്ര ആയത്ത് ഖുർആനിലില്ല. ഞാൻ എന്നെ വളരെ ചിന്തിപ്പിച്ചതാണ്. ഒരു സ്ഥലത്ത് 16 ആയത്ത് നിസ്കാരത്തിന് വേണ്ടി പറഞ്ഞിട്ടില്ല, എന്നാൽ ഒരു തോട്ടത്തിന് വേണ്ടി 16 ആയത്ത്. കെയ്റോവിൽ നിന്ന് അലക്സാണ്ട്രിയയിലേക്ക് പോകുന്ന വഴി ഞാൻ ഒരു തോട്ടം കണ്ടു ഈ കൊല്ലം. ആ തോട്ടത്തിന് ജന്ന എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. മനോഹരമായ തോട്ടം. തോട്ടത്തിന്റെ ചുറ്റുഭാഗത്തുമാകട്ടെ വലിയ വലിയ മരങ്ങൾ വളർന്നു നിൽക്കുന്നുണ്ട്. തോട്ടത്തിന് ജന്ന എന്ന് പേരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ പഴയ ജന്നത്തിനെ പറ്റി ഓർമ്മ വന്നു. നമ്മൾ ചിന്തിക്കണം, വലിയ തോട്ടം. ഈ തോട്ടക്കാരൻ തോട്ടത്തിൽ കയറിയപ്പോ എന്താ പറഞ്ഞത്? എന്റെ ഈ തോട്ടം ഒരു കാലത്തും നശിച്ചു പോവില്ല. അപ്പോൾ പിന്നെ അനുജൻ, തൊട്ടടുത്ത അനുജനുണ്ട്, അനുജൻ ചോദിച്ച്, ഖിയാമത്ത് നാളായ നശിക്കൂലേ ഏട്ടാ തോട്ടം? അപ്പോൾ ഏട്ടൻ പറഞ്ഞു, അതൊക്കെ പഴയ വിശ്വാസമാണ്, എനിക്കതിൽ അഭിപ്രായമല്ല. ഖിയാമത്ത് നാളുണ്ടാവുമെന്ന് ഞാൻ മുമ്പ് ഒരു മൊല്ലാക്കാൻ്റെ അടുത്ത് പഠിച്ചിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഉറപ്പുണ്ടായപ്പോൾ ആ വിശ്വാസം പോയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഖിയാമത്ത് നാളുണ്ടാവുമെന്ന് വിശ്വാസമില്ല. അൽ കഹഫിൽ 16 ആയത്ത്. നിസ്കാരത്തിന് വേണ്ടിയോ നോമ്പിന് വേണ്ടിയോ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു 16 ആയത്ത് ഖുർആനിൽ ഇല്ല. ഞാൻ കണ്ടിട്ടില്ല എന്നല്ല, ഇല്ല. എന്നാൽ എന്നെ പോലത്തെ ഒരു തോട്ടക്കാരനെ പറ്റി പറയാൻ 16 ആയത്ത്. തോട്ടത്തിൽ കയറിയപ്പോൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇത് ഈ തോട്ടം നശിക്കൂല എന്ന് പറഞ്ഞു ഏട്ടൻ മുതലാളി. അപ്പൊ അഞ്ചൻ പറഞ്ഞു, ഖിയാമത്ത് നാളായ നശിക്കൂല. ഖിയാമത്ത് നാളെ എനിക്കിങ്ങനെ ഇപ്പോൾ അങ്ങനെ അഭിപ്രായമല്ല. ഉണ്ടാവൂല എന്നല്ല, ഉണ്ടല്ല. അങ്ങനെ ഖിയാമത്ത് നാളുണ്ടാവുമെന്നൊന്നും എനിക്കിപ്പോൾ അഭിപ്രായമല്ല. മുമ്പുണ്ടായിരുന്നു,
ഞാനും ഒരു മുല്ലാക്കാൻ്റെ അടുത്ത് പൈസ ഇല്ലാത്ത കാലത്ത് പഠിച്ചിരുന്നു. ഉറുപ്പ്യൊക്കെ ആയപ്പോൾ ഇന്നെപ്പോലത്തെ ആളുകളെ ലെവലിൽ ആ സൊസൈറ്റി ചേർന്ന് അവരുടെ ക്ലബ്ബുകളിലൊക്കെ ഞാൻ പങ്കെടുത്തപ്പോൾ എനിക്കതിനൊക്കെ നല്ല നല്ല വിവരം കിട്ടി. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നത് ഖിയാമത്ത് നാളുണ്ടാവില്ല. ഇനി ബൈ ചാൻസ് ഖിയാമത്ത് നാളുണ്ടായാൽ ഇതൊക്കെ ഉണ്ടാക്കിയ ഈ ബുദ്ധി എനിക്ക് അവിടെ ഉണ്ടാവും, ഞാൻ ഇതിനേക്കാൾ വലിയത് അവിടെ ഉണ്ടാക്കും. ഇതുകൊണ്ടായിരിക്കാം ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും എല്ലാ മുതലാളിയും തൊഴിലാളിയും ദോതാണെന്ന് റസൂലുള്ള പറഞ്ഞത്. താലിയൊന്ന് നന്നായിക്കോട്ടെ. പിന്നെന്താ ഉണ്ടായത്? പിന്നെ അടുത്ത തവണ തോട്ടത്തിൽ ചെന്ന് നോക്കുമ്പോൾ അടുത്ത ആഴ്ച ചെന്ന് നോക്കുമ്പോ തോട്ടം മേൽക്കൂര നഷ്ടപ്പെട്ട് വീണ് കിടക്കുക. അപ്പോൾ പിന്നെ അവന് വാക്ക് കിട്ടിയില്ല, കൈ ഇങ്ങനെ ഇളക്കി കളിച്ച്. വാക്ക് കിട്ടിയില്ല. ഖിയാമത്ത് നാളായാൽ പോലും നശിക്കാത്ത തോട്ടത്തിന്റെ ഉടമസ്ഥക്കാരൻ അടുത്ത ആഴ്ച നോക്കുമ്പോൾ തോട്ടം കാണാല്ല. മേൽക്കൂരയും മുഴുവനും നഷ്ടപ്പെട്ട് വീണെടുക്കുക. തിരിച്ചും മറിച്ചും കളിച്ചു. കഫൈഹി, രണ്ട് മുങ്കയിനെയും. കഫ് എന്ന് പറഞ്ഞാൽ വിടുന്നത് വരെ. ദൂരെ നിന്ന് നോക്കുന്ന ഒരാള് ഇവനെന്തോ കഥകളി പഠിക്കണമെന്ന് തോന്നും. അതാണ് ഇതാണ് ലോകം. ഇതിനെല്ലാം ഒരു അധിപതിയുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ.